പ്രവേശന വിഷയത്തിലെ സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ വേണ്ടെന്ന് പന്തളം രാജകുടുംബാംഗം ശശികുമാർ വർമ്മ. സമരക്കാരുമായുള്ള ചർച്ചയ്ക്കെതിരല്ലെന്നും ശശികുമാർ വർമ്മ പറഞ്ഞു. ബിജെപിക്ക് സമരം ചെയ്യാൻ പന്തളം കൊട്ടാരത്തിന് പിന്തുണ വേണ്ടെന്നായിരുന്നു പി.എസ്. ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. അതേസമയം രാജകുടുംബത്തിന്റെ നിലപാടിനെ ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്തു. സമരത്തിന് പിന്തുണയുമായി ഏതു രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾക്കും വരാം, എന്നാൽ പാർട്ടി കൊടികളുമായി ആരും വരേണ്ട. ഇതാണ് സമരത്തെ സംബന്ധിച്ച് രാജകുടുംബാംഗം ശശികുമാർ വർമ്മയുടെ നിലപാട്. ഞങ്ങളെ കൊട്ടാരത്തെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരം മാത്രമായിട്ടാണ്, ഒരു കൊടിയും പിടിക്കരുത്. കൊടി പിടിക്കുന്ന ഒരു സംഘടന, ഒരു പരിപാടി പങ്കെടുക്കാൻ പാടില്ല. സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് പന്തളം രാജകുടുംബം എതിരല്ലെങ്കിലും ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് വിശ്വാസമെന്നും ശശികുമാർ വർമ്മ പറഞ്ഞു. രാജകുടുംബാംഗത്തിന്റെ നിലപാട് സംബന്ധിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ളയുടെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങളാരും ബിജെപിക്കാരും അവരെ കണ്ടിട്ടുണ്ട്, സഹായം ഒരിക്കലും ചോദിച്ചിട്ടില്ല. അവരുടെ ഒന്നും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതേസമയം സർക്കാരുമായി ചർച്ചയ്ക്കെതിരല്ലെന്ന പന്തളം കൊട്ടാരത്തിന്റെ നിലപാടിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ സ്വാഗതം ചെയ്തു. പന്തളം കൊട്ടാരം ഉൾപ്പെടെ തന്ത്രിമാരുൾപ്പെടെ മറ്റ് ശബരിമല ക്ഷേത്രത്തെ സ്നേഹിക്കുന്നവരുൾപ്പെടെ ഈ പ്രശ്നത്തിൽ നല്ല നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ രാഷ്ട്രീയ സമരത്തിന് പിന്നാലെ പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിലും സമരം നടത്തി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രതിഷേധ സമരം നടത്തിയത്. എൻഡിഎയുടെ നേതൃത്വത്തിലുള്ള ശബരിമല സംരക്ഷണ യാത്രയുടെ കൊല്ലം ജില്ലയിലെ പര്യടനം വൈകിട്ട് 6:30 സമാപിക്കും. അതേസമയം സർക്കാർ വിരുദ്ധ സമരത്തെ രാഷ്ട്രീയമായി നേരിടാൻ സിപിഎം സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് ശരണമന്ത്രങ്ങളുമായി മാർച്ച് നടത്തിയാണ് പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ആരംഭിച്ചത്. അയ്യപ്പൻ സ്ത്രീവിരോധിയാണെന്ന് പറഞ്ഞു വരുത്തുകയാണെന്നും സുപ്രീംകോടതി വിധി കൊണ്ട് തകർക്കാവുന്നതല്ല ആചാരങ്ങളെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ശശികുമാർ വർമ്മ പറഞ്ഞു. അതൊന്നും സുപ്രീം കോടതിയുടെ പെർവിയിൽ വരുന്നതല്ല. ഭരണഘടനയുടെ കുഴലിലൂടെ നോക്കി, ആ സ്വാതന്ത്ര്യത്തിന്റെ കുഴലിലൂടെ നോക്കിയല്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ കുറിച്ച് കോടതി ഉത്തരവുണ്ടാക്കേണ്ടത്. കോൺഗ്രസ് ബിജെപി നേതാക്കളും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. അയ്യപ്പ ഭക്തരുടെ സംഘടനകൾ, അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ, തിരുവാഭരണവാഹകർ, മുൻ മേൽശാന്തിമാർ, തന്ത്രിമാർ തുടങ്ങിയവരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. എൻഡിഎയുടെ നേതൃത്വത്തിലുള്ള ശബരിമല സംരക്ഷണ യാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തി. ടി.കെ. ജാനുവിന്റെ പാർട്ടി മാർച്ചിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതേസമയം സർക്കാർ വിരുദ്ധ സമരത്തെ രാഷ്ട്രീയമായി നേരിടാൻ സിപിഎം സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പാർട്ടി തലത്തിൽ വിപുലമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഇടതുമുന്നണിയുടെ പ്രചരണ പരിപാടികൾക്ക് പുറമെയാണിത്. ശബരിമല വിഷയത്തിൽ പുനഃപരിശോധന ഹർജി നൽകുന്ന പ്രയാർ ഗോപാലകൃഷ്ണനെ നിയമപരമായി സഹായിക്കാൻ പി.സി. ചാക്കോയെ ചുമതലപ്പെടുത്തിയതായി കെ.പി.സി.സി. പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മിസ്റ്റർ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇതിന് മുൻ ദേവസ്വം പ്രസിഡന്റ് ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹം കേസ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ട നിയമോപദേശം വിദഗ്ധരായ ഇന്ത്യയിലെ അഭിഭാഷകന്മാരെ വെച്ചുകൊണ്ട് സഹായിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചുള്ള പരിശോധന നടത്തി കഴിയാണ്. സുന്നി പള്ളികളിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന കോടിയേരിയുടെ പ്രസ്താവന മലബാറിൽ കലാപം സൃഷ്ടിക്കാനാണെന്ന് മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമല വിഷയത്തിൽ മുൻ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18നോട്. നിലപാടിന് നിലവാരവും വ്യക്തതയുമുണ്ട്. വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നതാണ് പ്രശ്നം. തീയിൽ കുരുത്ത ഇടതുപക്ഷം വെയിലത്ത് വാടില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. SNDP യോഗത്തിനകത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്. അവരുടെ വഴിക്ക് അവരുടെ രാഷ്ട്രീയാഭിപ്രായം പറഞ്ഞുകൊണ്ട് പോകുന്നതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കില്ല. പക്ഷേ SNDP യോഗത്തിൻ്റെ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്കെതിരെ ആരും പോകരുത്. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തീയെ കുരുത്തതാണ്, വെയിലത്ത് വാടുന്നതല്ല. ശബരിമല മേൽശാന്തി നിയമനത്തിനുള്ള അഭിമുഖ ബോർഡിൽ തന്ത്രി കുടുംബ പ്രതിനിധിയായി ഉൾപ്പെടുത്തണമെന്ന കണ്ഠരര് മോഹനരുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. മോഹനരുടെ ആവശ്യത്തെ തുടർന്ന് രാവിലെ നടക്കേണ്ട അഭിമുഖം നീട്ടിവച്ചിരുന്നു. ഹൈക്കോടതി നിർദ്ദേശം വന്നതിനെ തുടർന്നാണ് അഭിമുഖം ആരംഭിച്ചത്. ശബരിമല മേൽശാന്തി നിയമന അഭിമുഖ ബോർഡിൽ താഴമൺ തന്ത്രി കുടുംബത്തിൽ നിന്നും 2 പ്രതിനിധികളാണുള്ളത്. ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട കണ്ഠരര് മോഹനരെ തന്ത്രി ചുമതലകളിൽ നിന്ന് മാറ്റിയപ്പോൾ അഭിമുഖ ബോർഡിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. തുടർന്ന് മോഹനരുടെ മകൻ മഹേഷ് മോഹനരും കണ്ഠരര് രാജീവരുമാണ് തന്ത്രി കുടുംബ പ്രതിനിധികളായി പങ്കെടുത്തിരുന്നത്. മോഹനരെ മടക്കി കൊണ്ടുവരണമെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതിനെ തുടർന്ന് ഇത്തവണ തന്നെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മോഹനര് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. ഇതേ തുടർന്ന് ദേവസ്വം ഓംബുഡ്സ്മാൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഇക്കാര്യത്തിൽ തീരുമാനമാകാത്തതിനാൽ രാവിലെ 11 നടക്കേണ്ട അഭിമുഖം നീട്ടിവെക്കുകയായിരുന്നു. തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശം വന്നതിനു ശേഷം മോഹനരെ ഒഴിവാക്കി അഭിമുഖം ആരംഭിച്ചു.
പ്രാഥമിക പരിശോധനയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ബ്രാഹ്മണരായ 79 പൂജാരിമാരെയാണ് അഭിമുഖത്തിന് ക്ഷണിച്ചിട്ടുള്ളത്. മാളികപ്പുറം മേൽശാന്തി നിയമനത്തിനുള്ള അഭിമുഖം നാളെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ജസ്റ്റിസ് സിന്ധു മൽഹോത്രയുടെ ന്യൂനപക്ഷ വിധിയെ സ്വാഗതം ചെയ്ത് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ. അയ്യപ്പനെ ആരാധിക്കുന്ന വനിതകൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുമെന്ന് കോടതി ഒരിക്കൽ പോലും കരുതിയതായി തോന്നുന്നില്ലെന്നും അറ്റോർണി ജനറൽ പറയുന്നു. Women devotees of Sabarimala are the persons who would take the lead in opposing the judgment. They have now taken out procession day after day. Thousands and thousands of women protesting against this because they say that so far as we are concerned, we will be affected because if the God is angry and therefore now some of them are attributing even the floods to the result of the general approach against ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ വിവാദ പരാമർശങ്ങളുമായി നടൻ കൊല്ലം തുളസിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ശബരിമലയിൽ വരാനിരിക്കുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചു കീറണമെന്നും സ്ത്രീ പ്രവേശനം അനുവദിച്ച ജഡ്ജിമാർ ശുംഭന്മാരാണെന്നും കൊല്ലം തുളസി പറഞ്ഞു. ശബരിമലയിൽ വരുന്ന സ്ത്രീകളെ പുലിയും പുരുഷനും പിടിക്കാമെന്നായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന. ചില ലവളുമാര് വരും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കണ്ട അവർ രണ്ടായിട്ട് വലിച്ച് കീറണം. കീറി ഒന്നിന് ഡൽഹിയിലേക്കും ഒന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ഇട്ടു കൊടുക്കണം. ഡൽഹിയിൽ സുപ്രീം കോടതി 4 ശുംഭന്മാർ കേൾക്കണം. നമ്മളെ ഇത്തരത്തിലാക്കിയ ഈ അമർഷത്തിന് ഇരയാക്കിയ മുഖ്യമന്ത്രി കേൾക്കണം. മുഖ്യമന്ത്രിയുടെ ചെവികളിലെത്തണം. ആ ചെവി പൊട്ടിത്തെറിക്കണം. ഒരു സഹോദരിയും കേറണ്ട എന്ന് ഞാൻ പറയുന്നില്ല. വരേണ്ടവർക്കൊല്ലാം വരാം. ഇവിടെ ഇങ്ങനെ വന്നാൽ പുലിയും പിടിക്കാം പുരുഷനും പിടിക്കാം. ശബരിമലയിൽ ടൂറിസ്റ്റുകളെ പോലെ സ്ത്രീകളെത്തിയാൽ അവരെ പടിചവിട്ടാൻ അനുവദിക്കില്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. കോടതി വിധികൾക്ക് സ്ഥായിയായ സ്വഭാവമില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ വ്യക്തമാക്കി. ഈ മാമൂലും ഈ ആചാരങ്ങളും ലംഘിച്ചു വരുന്ന ഭക്തജനങ്ങൾ എന്ന പേരിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ പിണറായി വിജയൻ വിചാരിച്ചാൽ അവരാരും 18-ാം പടി കാണില്ല. അവരാരും 18-ാം പടിയിൽ കയറില്ല. അതിനൊക്കെ കരുത്ത് വിശ്വാസികൾക്കുണ്ട്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചിരുന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. സ്ത്രീ പ്രവേശനം സ്ഥിരീകരിച്ച് ദേവസ്വം ബോർഡും അയ്യപ്പ സേവാ സംഘവും നൽകിയ രേഖകളുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. 25 വർഷം മുൻപ് യുവതികളും നവദമ്പതികളും ധാരാളമായി ക്ഷേത്രത്തിലെത്തിയിരുന്നു എന്ന് ഹൈക്കോടതിയിലാണ് സത്യവാങ്മൂലം നൽകിയത്. യുവതീ പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള 1991 ഹൈക്കോടതി വിധിയുടെ പകർപ്പാണിത്. ചങ്ങനാശ്ശേരി സ്വദേശി എസ് മഹേന്ദ്രൻ നൽകിയ ഹർജിയിൽ സാക്ഷിഭാഗമായി വിസ്തരിച്ചയാളാണ് അന്നത്തെ അയ്യപ്പ സേവാ സംഘം സെക്രട്ടറി KPS നായർ. 60 വർഷമായി മല ചവിട്ടുന്ന താൻ നിരവധി തവണ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ 18-ാം പടി ചവിട്ടുന്നതായി കണ്ടിട്ടുണ്ടെന്ന് KPS നായർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തർ സന്നിധാനത്തെത്തിയിരുന്നു. ഇവർക്കൊപ്പം യുവതികളും ഉണ്ടായിരുന്നു. നവദമ്പതികളും മല ചവിട്ടിയിരുന്നു. യുവതികളെ മല ചവിട്ടാൻ അനുവദിക്കരുതെന്ന് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് സേവാസംഘം പ്രവർത്തകർ അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും നടപടിയെടുത്തിരുന്നില്ല. യുവതീ പ്രവേശനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അയ്യപ്പ സേവാ സംഘം പ്രമേയം പാസാക്കിയിരുന്നതായും KPS നായരുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. മണ്ഡല മകരവിളക്ക് വിഷുമഹോത്സവ ദിനങ്ങളിലൊഴികെ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നതായി ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. യുവതീ പ്രവേശന നിരോധനം പതിറ്റാണ്ടുകളായി തുടരുന്ന ആചാരമെന്ന വാദമാണ് ഇതോടെ പൊളിയുന്നത്. ഇത്തരം വാദമുഖങ്ങൾ കൂടി പരിഗണിച്ചാവും സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ദേവസ്വം ബോർഡിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. സംസ്ഥാന സർക്കാർ, തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകൾ എന്നിവർക്കും സാമുദായിക സംഘടനകൾക്കുമാണ് നോട്ടീസ്. 6 ആഴ്ചക്കകം മറുപടി നൽകണം. സുബ്രഹ്മണ്യൻ സ്വാമി, TG മോഹൻദാസ് എന്നിവർ നൽകിയ ഹർജികളിലാണ് നോട്ടീസ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P സതീദേവിയെ ന്യൂസ് 18ലെ ചർച്ചയ്ക്കിടെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞതിന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. അഭിപ്രായം പറയുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള ഇത്തരം അക്രമങ്ങൾ അപലപനീയമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ പറഞ്ഞു. ഓരോ വ്യക്തിക്കും ഓരോരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിനാണല്ലോ ചാനലുകാർ വിളിക്കുന്നത്. അത്തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ
അസഹിഷ്ണുത കൊണ്ട് വധഭീഷണി വരെ മുഴക്കുന്ന ആ ഒരു സമീപനം ഒട്ടും ശരിയല്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. PK ശശിക്കെതിരായ പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് യോഗത്തിൽ സമർപ്പിക്കുമെന്നാണ് സൂചന. ശശിക്കെതിരെയും ശശിയുടെ പരാതിയിലും നടപടിയുണ്ടാകും. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗമാകും നടപടിക്ക് അംഗീകാരം നൽകുക. മധ്യകേരളത്തിൽ വിവിധയിടങ്ങളിൽ വൻ ATM കവർച്ച. കൊച്ചി ഇരുമ്പനത്തും തൃശൂർ കൊരട്ടിയിൽ നിന്നുമായി 35 ലക്ഷം രൂപ കൊള്ളയടിച്ചു. കോട്ടയത്തെ 2 ATMകളിലും കവർച്ചാശ്രമം നടന്നു. ഉത്തരേന്ത്യൻ സംഘമാണ് ഇരുമ്പനത്തും കൊരട്ടിയിലും കവർച്ച നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കവർച്ചാ സംഘം സഞ്ചരിച്ചതെന്ന് സംശയിക്കുന്ന വാഹനം ചാലക്കുടിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ഇരുമ്പനം SBI ATMൽ പുലർച്ചെ 3:24 കവർച്ച നടന്നത്. ATM യന്ത്രം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത ശേഷമായിരുന്നു കവർച്ച. 4 ട്രേകളിലായി സൂക്ഷിച്ച 25 ലക്ഷം രൂപ നഷ്ടമായി. 500ന്റെ നോട്ടുകളായിരുന്നു ഏറിയ പങ്കും. ATMലെ CCTV ക്യാമറകൾ സ്പ്രേ പെയിന്റ് പൂശിമറച്ചതിനാൽ ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും വ്യക്തത കുറവാണ്. എന്റെ അകത്തെ ഒരു ക്യാമറയിൽ സ്പ്രേ ചെയ്തായിട്ട് കാണുന്നുണ്ട്, മറ്റൊരു ക്യാമറ കൊണ്ട് അതുണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ കൊരട്ടിയിലുള്ള ഒരു സംഭവം ഉള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. തൃശൂർ കൊരട്ടിയിൽ ദേശീയപാതയോരത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATMൽ കവർച്ച നടന്നത് പുലർച്ചെ 4:50. ബാങ്കിനോട് ചേർന്നാണ് ATM. ബലോറയിലെത്തിയ 3 അംഗ സംഘം ഇരുമ്പനത്തേതിന് സമാനമായി CCTV ക്യാമറയിൽ പെയിന്റ് സ്പ്രേ ചെയ്ത ശേഷമാണ് കവർച്ച നടത്തിയത്. സംഘത്തിലെ 2 പേർ ATMനകത്തെത്തി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മെഷീൻ തകർത്ത് 10 ലക്ഷം രൂപ കവർന്നു. മോഷ്ടാക്കൾ മുഖം മറച്ചിരുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഇവിടെ പരിശോധന നടത്തി. ഇരുമ്പനത്തെ മോഷണത്തിന് ശേഷം സംഘം കൊരട്ടിയിലെത്തിയതായാണ് പോലീസിന്റെ നിഗമനം. കോട്ടയം കുറവിലങ്ങാട് മോനിപ്പള്ളിയിൽ SBIയുടെയും വെമ്പള്ളിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും ATMകളിലും പുലർച്ചെ കവർച്ചാശ്രമം നടന്നു. എന്നാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് കരുതുന്നു. സംഘം സംസ്ഥാനം വിടാൻ സാധ്യതയുള്ളതിനാൽ അതിർത്തികളിലടക്കം പരിശോധന നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ATMകളിൽ മോഷണശ്രമം നടന്നിട്ടുണ്ടെങ്കിലും ATM തകർത്ത് പണം കവർച്ച ചെയ്യുന്നത് ഇതാദ്യമാണ്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് മൈക്രോ ബ്രൂവറികൾ ആരംഭിക്കണമെങ്കിൽ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്യണമെന്ന് എക്സൈസ് കമ്മീഷണർ. സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷമേ മൈക്രോ ബ്രൂവറികൾ പരിഗണിക്കാവൂ എന്നും എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ തന്റെ പേരിൽ പുറത്തുവന്ന വാർത്താക്കുറിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കാരിന് കത്ത് നൽകി. മൈക്രോ ബ്രൂവറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റാർ ഹോട്ടലുകൾ നൽകിയ അപേക്ഷയെ തുടർന്നാണ് ഇക്കാര്യത്തിൽ പഠനം നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. കർണാടകയിൽ സന്ദർശനം നടത്തി എക്സൈസ് കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് നൽകി. മൈക്രോ ബ്രൂവറിക്ക് അനുമതി നൽകണമെങ്കിൽ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്യണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിപണി സാധ്യതയും സാമൂഹിക ഘടകങ്ങളും പരിഗണിക്കണം. കർണാടകയുടെ ലൈസൻസിംഗ് സമ്പ്രദായം കേരളത്തിലും മാതൃകയാക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ലഭിച്ചെങ്കിലും സർക്കാർ ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തില്ല. മൈക്രോ ബ്രൂവറി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. കേരള സാഹചര്യത്തിൽ മൈക്രോ ബ്രൂവറികൾക്ക് വലിയ സാധ്യതയില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ. അതിനിടെ പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന പേരിൽ തന്റെ പേരിൽ പുറത്തുവന്ന വാർത്താക്കുറിപ്പിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് രംഗത്തെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. മീറ്റു വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ വിരമിച്ച ജഡ്ജിമാരുടെ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതിനിടെ കേന്ദ്രമന്ത്രി MJ അക്ബറിനെതിരെ വെളിപ്പെടുത്തലുമായി വിദേശ മാധ്യമ പ്രവർത്തകയും രംഗത്തെത്തി. അക്ബറിന്റെ രാജിക്കാര്യത്തിൽ ഞായറാഴ്ച തീരുമാനമുണ്ടാകും. രാജ്യത്തെ പിടിച്ചുലച്ച മീറ്റു വെളിപ്പെടുത്തലുകൾ 4 അംഗ മുൻ ജഡ്ജിമാരുടെ സമിതി പരിശോധിക്കാനാണ് തീരുമാനം. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആരോപണങ്ങളുടെ നിയമവശം പരിശോധിച്ച് കേസെടുക്കണോ എന്ന് സമിതി തീരുമാനിക്കും. അതിനിടെ MJ അക്ബറിനെതിരെ കൊളംബിയൻ മാധ്യമപ്രവർത്തകയും രംഗത്തെത്തി. ഏഷ്യൻ പത്രത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. അക്ബറിനെതിരായ ആരോപണങ്ങളിൽ പ്രധാനമന്ത്രി പ്രതികരിക്കട്ടെ എന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. तो ये प्रधानमंत्री का फर्ज है कि वो क्या करें. മീറ്റു പ്രചാരണത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അക്ബർ രാജിവെക്കണമെന്ന് CPIM-ഉം കോൺഗ്രസും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി മൗനം വെടിയണമെന്ന് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾ കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ രാജിക്കപ്പുറം മറ്റൊരു വഴിയും BJPക്ക് മുന്നിലില്ല. KP അഭിലാഷ്, ന്യൂസ് 18
ഡൽഹി. ന്യൂസ് 18 തുടരുന്നു. ന്യൂസ് 18 സംഘടിപ്പിക്കുന്ന മലപ്പുറം എന്റെ നാട് വികസന സെമിനാർ നാളെ കോട്ടക്കലിൽ നടക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, കോട്ടക്കൽ നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെ ചങ്കുവെട്ടി TMM ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ നടക്കുന്നത്. അൻപതാണ്ട് പിന്നിടുന്ന മലപ്പുറം ജില്ലയാർജിച്ച നേട്ടങ്ങളും മുന്നോട്ടുള്ള പ്രയാണത്തിൽ വേണ്ട വികസന സങ്കല്പങ്ങളും പങ്കുവയ്ക്കുന്നതാണ് മലപ്പുറം എന്റെ നാട്. നാളെ രാവിലെ 10 മണിക്ക് ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രളയാനന്തരം നാം എങ്ങനെ അതിജീവിക്കുമെന്ന സെഷനിൽ ജില്ലയിൽ നിന്നുള്ള നിയമസഭാ സാമാജികർ സംസാരിക്കും. തുടർന്ന് മലപ്പുറം ജില്ല ചരിത്രം, വർത്തമാനം, മലപ്പുറം മുന്നോട്ട് തുടങ്ങിയ സെഷനുകൾ നടക്കും. തീർച്ചയായും മലപ്പുറത്തിന്റെ പുരോഗമനം ലക്ഷ്യം വെച്ചിട്ടുള്ള ന്യൂസ് 8 പ്രോഗ്രാം ജില്ലയുടെ സമഗ്രമായ വികസനമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മന്ത്രി KT ജലീൽ, MP-മാരായ PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൾ വഹാബ് തുടങ്ങിയവരുൾപ്പെടെ ജില്ലയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. ഈ സെമിനാറിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ സെമിനാറിലേക്ക് മുഴുവൻ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാവിലെ 10 മുതൽ 3 വരെ പൊതുജന പങ്കാളിത്തത്തോടെയാണ് സെമിനാർ. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്തെ 20 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ. 13 ഇടതുമുന്നണി വിജയിച്ചപ്പോൾ UDF 6 BJP 1 വാർഡിലും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 നഗരസഭാ വാർഡുകളും ഇടതുമുന്നണി നിലനിർത്തി. 8 ജില്ലകളിലെ 16 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 10 വാർഡുകളിൽ ഇടതുമുന്നണിയും 5 UDF-ഉം 1 സീറ്റിൽ BJP-യും വിജയിച്ചു. തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിൽ 28-ാം മൈൽ വാർഡിലാണ് BJP വിജയിച്ചത്. കഴിഞ്ഞ തവണ വിജയിച്ച കോൺഗ്രസ് അംഗം രാജിവെച്ച് CPM-ൽ ചേർന്നതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ബത്തേരി, തലശ്ശേരി നഗരസഭകളിലെ 2 വാർഡും ഇടതുമുന്നണി നിലനിർത്തി. 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ താനൂർ UDF നിലനിർത്തി. കണ്ണൂർ, എടക്കാട് വാർഡ് UDF-ൽ നിന്നും ഇടതുമുന്നണി പിടിച്ചെടുത്തു. വാർഡുകളിൽ പലതും കക്ഷികൾ മാറിമറിഞ്ഞെങ്കിലും കഴിഞ്ഞ തവണത്തെ ആകെ കക്ഷി നിലയിൽ ഇക്കുറിയും മാറ്റമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. യാത്രക്കാരുടെ ജീവൻ പന്താടി KSRTC ബസിന്റെ യാത്ര. KSRTC ലോ ഫ്ലോർ ബസ്സാണ് പിൻവശത്ത് 2 ടയറുകളില്ലാതെ ചേർത്തലയിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തിയത്. അവശേഷിച്ച 2 ടയറുകളിൽ ബോൾട്ടുകളും ഇളകിയ നിലയിലായിരുന്നു. സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാൻ MD ടോമിൻ തച്ചങ്കരി നിർദ്ദേശം നൽകി. രാവിലെ 7 മണിക്ക് ചേർത്തലയിൽ നിന്നും പുറപ്പെട്ട ബസ്സാണ് 30 കിലോമീറ്ററോളം പിൻവശത്തെ 2 ടയറുകളുമില്ലാതെ ഓടിയത്. അവശേഷിച്ച 2 ടയറുകളിലെ ബോൾട്ടുകൾ ഇളകിയ അവസ്ഥയിലും. നെട്ടൂർ INTUC ജംഗ്ഷനിലെത്തിയപ്പോൾ പിന്നിലൂടെ വാഹനമോടിച്ചു വന്ന യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ബസ് തടഞ്ഞ് 30ഓളം വരുന്ന യാത്രക്കാരെ പുറത്തിറക്കി. ബസ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച ശേഷം ഡ്രൈവർ ബിജുവിനെതിരെ പനങ്ങാട് പോലീസ് കേസെടുത്തു. ഡിപ്പോയിൽ നിന്നും ബസ് എടുത്തപ്പോൾ മാറിപ്പോയെന്നാണ് ഡ്രൈവറുടെ മൊഴി. ഡിപ്പോയിൽ നിന്ന് ടയറുകളെത്തിച്ച് ബസ് പിന്നീട് കൊണ്ടുപോയി. MS അനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു വധക്കേസിലെ തെളിവുകൾ പ്രതികൾ കരുതിക്കൂട്ടി നശിപ്പിച്ചുവെന്ന് പോലീസിന്റെ കുറ്റപത്രം. രക്തം കലർന്ന വസ്ത്രങ്ങളും മൊബൈൽ ഫോണും ആയുധങ്ങളും കണ്ടെടുക്കാനാവാത്ത വിധം നശിപ്പിച്ചു. അക്രമമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഗൂഢാലോചനയാണ് കൊലപാതകമെന്നും കുറ്റപത്രം സൂചിപ്പിക്കുന്നു. അഭിമന്യു വധക്കേസിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പാണിത്. 16 പ്രതികൾക്ക് എതിരെയുള്ളതാണ് ആദ്യ കുറ്റപത്രം. ഇതിൽ 2 പേർ ഒളിവിലാണ്. സംഭവത്തിന് ശേഷം ഒരു ബൈക്ക് മാത്രം ഉപേക്ഷിച്ച് മറ്റു വാഹനങ്ങളിൽ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾ തെളിവുകൾ നശിപ്പിച്ചുവെന്നും കുറ്റപത്രം പറയുന്നു. പ്രതികളെല്ലാം SDPI പ്രവർത്തകരാണ്. അക്രമം ഉണ്ടാക്കുക എന്ന ഗൂഢലക്ഷ്യവും ഇവർക്കുണ്ടായിരുന്നു. ഒളിവിലുള്ള പ്രതികൾക്ക് വേണ്ടി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അപേക്ഷയും കുറ്റപത്രത്തിനൊപ്പം നൽകിയിട്ടുണ്ട്. ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഗൂഢാലോചന നടത്തി 5 ബൈക്കുകളിലായാണ് സംഘം എത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒരു ബൈക്ക് മാത്രം ഉപേക്ഷിച്ച് മറ്റു വാഹനങ്ങളിൽ ഇവർ രക്ഷപ്പെട്ടു. SFIയുടെ ചുവരെഴുത്തുകൾ മനഃപൂർവ്വം മാച്ചു കളഞ്ഞതിനെ ചോദ്യം ചെയ്തപ്പോൾ ആയുധങ്ങൾ കാണിച്ച് SFIക്കാരെ ഭീഷണിപ്പെടുത്തി. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായ മുഹമ്മദാണ് അഭിമന്യുവിനെ സംഘത്തിന് കാട്ടിക്കൊടുത്തത്. 9ാം പ്രതി ഷിഫാസ് അഭിമന്യുവിനെ പിടിച്ചു നിർത്തുകയും 10ാം പ്രതി സഹൽ കുത്തുകയുമായിരുന്നു. 11ാം പ്രതി ജിസാലാണ് അർജുനെ പിടിച്ചു നിർത്തിയത്. 12ാം പ്രതി ഷാഹിമാണ് അർജുനെ കുത്തിയത്.
സംഘത്തിലെ മറ്റുള്ളവർ SFI വിദ്യാർത്ഥികളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും കുറ്റപത്രം പറയുന്നു. 16 പ്രതികളിൽ 7 പ്രതികൾ ഒളിവിലാണെന്നും പ്രതികൾ കരുതിക്കൂട്ടി തെളിവുകൾ നശിപ്പിച്ചു എന്നുമാണ് കുറ്റപത്രം പറയുന്നത്. കൊച്ചിയിൽ നിന്നും CN പ്രകാശ്, ന്യൂസ് 18. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ.